ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ പൊങ്കാല ഒരുക്കങ്ങളാണ് കേട്ടോ. ഇന്നിപ്പോൾ 11-ാം തീയതി വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയി. ഇതിനെ പൊങ്കാലയ്ക്ക് ഇടാൻ ഞാൻ വാങ്ങിയ പുതിയ കോടി വസ്ത്രം എടുക്കണമെന്നാണ് പറയുന്നത്. പൊങ്കാലയ്ക്ക് ഞാനൊരു കോട്ടൺ ചുരിദാർ വാങ്ങിയ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നല്ല കറക്റ്റ് കേട്ടോ, നല്ല നമ്മൾ ഉദ്ദേശിച്ച അത് തന്നെ കിട്ടിയ മെറ്റീരിയൽ നല്ലത്. 479 രൂപ ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിച്ചതൊരു കാവിമുണ്ട് വാങ്ങിച്ചു. എനിക്കിന്ന് നമ്മൾ അവിടേക്ക് ഇരിക്കുമ്പോൾ മണ്ണൊക്കെ ആകുമല്ലോ, അപ്പോൾ ചുരിദാറിൻ്റെ മുകളിൽ ഉടുക്കാൻ വേണ്ടി ഒരു മുണ്ട് വാങ്ങിച്ച് 100 രൂപയുടെ കേട്ടോ. തലയിൽ കെട്ടാൻ വേണ്ടി ഒരു തോർത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വാങ്ങിച്ചതല്ല, ഇത് ഒരു ഇവിടെ ഉപയോഗിക്കാത്ത തോർത്തുണ്ടായിരുന്നു അലക്കി വെച്ചത്, അതാണ്. പിന്നെ ഒരു തൊപ്പി ഹാപ്പി ലാൻഡിൽ പോയപ്പോൾ കിട്ടിയതാണ്. നല്ല ചൂടല്ലേ, തൊപ്പിയുണ്ട്. പിന്നെ ചൂടോടെ കലമൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു ടവൽ എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 വെള്ള തുണികൾ കൂടി എടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല വിയർപ്പുള്ളതാണ്, വിയർത്ത് ഒഴുകും, നല്ല ചൂടല്ലേ, അപ്പം മുഖമൊക്കെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്, കത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മളൊരു കത്തിയുടെ ഒരു സ്പൂണിൻ്റെ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം കുറച്ച് തിക്നെസ് കുറവായിട്ടുള്ള മണ്ടപ്പൊറ്റി ഉണ്ടാക്കുമ്പോൾ അതിന് കണ്ണും മൂക്കൊക്കെ വയ്ക്കാൻ വേണ്ടി അതുണ്ടാക്കുമ്പോൾ കാണിക്കാം. പായസം ഉണ്ടാക്കേണ്ടത് തെരളിയും മണ്ടപ്പൂറ്റ്. അപ്പോൾ ഇത് മണ്ടപ്പൂറ്റും തെരളിയും അവിക്കാനുള്ള ഇഡലിപ്പാത്രമാണ്. നെയ്യ് എടുത്തെടുത്ത് ഓരോ കവറിലേക്ക് ഞാൻ എടുത്ത് വെക്കുകയാണ്. പിന്നെ ഞാനൊരു പ്ലേറ്റ് കൊണ്ടുപോകുന്നുണ്ട്, മൂടിപ്പാത്രം കൂടി ഒരു പ്ലേറ്റ് ഉണ്ട്, കാരണം ഇതിൽ കുഴയ്ക്കാനൊക്കെ ആവശ്യം വരുമല്ലോ. ഇതെല്ലാം നേരത്തെ കഴുകി എടുത്ത് വെച്ചതാണ്. ഇതൊരു പാത്രം കൂടി എടുത്തിട്ടുണ്ട്, നമുക്ക് കുഴയ്ക്കുകയൊക്കെ ചെയ്യണമല്ലോ. ഞാൻ ഒരു മരത്തിൻ്റെ തവിയും ഒരു സ്റ്റീലിൻ്റെ സ്പൂണും അതുപോലെ തന്നെ മെഷർമെൻറ്റ് കപ്പും കൂടി എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ 1/2 കപ്പ് അരിയിലാണ് ഉണ്ടാക്കണത്. ഞാൻ 3 ഐറ്റം ഉണ്ടാക്കണം, കാരണം ഞാനും കുഞ്ഞ് മാത്രമുള്ള എല്ലാം കഴിക്കാൻ പറ്റില്ല, അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കണുള്ളൂ. കലം നമ്മൾ ആദ്യം തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ കരമനയിലാണെങ്കിലും അമ്പലത്തിൻ്റെ അടുത്താണെങ്കിൽ പോലും നമുക്ക് നമ്മൾ ഈ കിള്ളിയാറിൻ്റെ ഇപ്പുറത്തുള്ളവർക്ക് ഇടാൻ പറ്റില്ല ഇവിടെ, അല്ലെങ്കിൽ വീടിൻ്റെ നടയിലിടായിരുന്നു. അപ്പോൾ ഈ ആറിൻ്റെ അപ്പുറത്തുള്ളവർക്കാണ് ഇടാൻ പറ്റില്ല. അപ്പോൾ ആറിൻ്റെ അപ്പുറത്ത് വേറൊരു വീട്ടിലാണ് ഇടുന്നത്. ആ വീട്ടിൽ ഇതെല്ലാം ഒന്ന് വൈകുന്നേരം കൊണ്ട് വെക്കണം. കല്ല് അവർ വാങ്ങി വയ്ക്കും, കലം അവിടെ വാങ്ങി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെഷർമെൻറ്റിൽ അളന്ന് ഒഴിക്കാൻ വേണ്ടി കപ്പും കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം പുതിയ പാത്രങ്ങളാണ് കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം വരുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് എല്ലാം കുക്ക് ചെയ്തെടുത്ത് വെക്കാനൊക്കെ ആയാലും വേണം. അപ്പോൾ ഞാൻ എല്ലാം ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സാധനങ്ങളും അതിനകത്ത് ഒരു ഡ്രസ്സ് എക്സ്ട്രാ എൻ്റെയും കുഞ്ഞിൻ്റെയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് പൊങ്കാല കഴിഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എല്ലാം പൊങ്കാലയ്ക്ക് നേതി 1:15 പോലും പിന്നെ വണ്ടികളതെല്ലാം മാറ്റി വണ്ടികൾ പോയി തുടങ്ങുമ്പോഴാണ് ഞങ്ങൾ വൈകുന്നേരമായിരിക്കും വരുള്ളൂ. അപ്പോൾ ഡ്രസ്സും ചൂടൊക്കെ എടുത്തിരിക്കുകയാണ്. ഡ്രസ്സും നമുക്ക് പൊങ്കാലയ്ക്ക് ഇടാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. അപ്പോൾ ഇതെല്ലാം ഒന്ന് കൊടുത്തയക്കണം. അരി നമുക്ക് പിന്നെ ഇവിടുത്തെ ഷോപ്പിലൊക്കെ പൊങ്കാലയ്ക്ക് ഇട്ടതായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് 250 ഗ്രാം അരിയെ വാങ്ങിച്ചിട്ടുള്ളൂ. പച്ചരി ഇതും കൂടി ഞാൻ ഈ കവറിലേക്ക് എടുത്ത് വയ്ക്കുക. ഇത് ഞാൻ 2 തേങ്ങ വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ ഞാൻ പോകുന്ന വെളുപ്പിന് എഴുന്നേറ്റ് ചിരവിയൊക്കെ എടുത്ത് വയ്ക്കും. ഇതെല്ലാം കൊളാക്കാൻ വേണ്ടി എൻ്റെ പുന്നിമ വന്നിട്ടുണ്ട്. യെസ്, നോ എമ്മി തീറ്റ. അപ്പോൾ അതെല്ലാം ഇതിലെല്ലാം കിടന്ന് പങ്കെടുക്കാൻ വേണ്ടി താഴെ നിന്ന് ആളെ കളിച്ചോണ്ട് അതെല്ലാം മുകളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ശർക്കര പൊടിച്ചതാണ് ഞാൻ വാങ്ങിയേക്കണേ. ഇനി അതെല്ലാം ഉരുക്കി എടുക്കണം. അത് പോകുന്നതിന് രാവിലെ എടുക്കണുള്ളൂ. തേങ്ങ ചിരവിലും ശർക്കര ഉരുക്കലും പോകുന്നതിന് രാവിലെ. ഇത് പച്ചരിയാണ്. ഈ പച്ചരി വാങ്ങിച്ചത് ഞാൻ മണ്ടപ്പുറ്റിനും തെരളിക്കൊക്കെ അരി വെള്ളത്തിലിട്ട് പൊടിച്ചെടുക്കണം. ഇത് ഞാൻ ഇന്ന് വൈകുന്നേരം ചെയ്യും. പിന്നെ ഇതിനകത്ത് എനിക്ക് ശർക്കര ഉരുക്കി കൊണ്ടുപോകാനുള്ളതാണ് തൂക്കുപാത്രം. പഞ്ചസാര ഇട്ട് ഏലക്കായ പൊടിച്ച് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ചെറുപയർ, മുഴുവൻ ചെറുപയർ എടുക്കാം. അതിൻ്റെ പരിപ്പ്, ഞാനിപ്പോൾ പരിപ്പ് വാങ്ങിച്ചേക്കണേ. അപ്പോൾ അതും 1/4 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അതും ഇനി വറുത്ത് പൊടിച്ചെടുക്കണം. അതും ഞാൻ വൈകുന്നേരം ചെയ്യും. ഏലക്കായ ഇതും ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ അളവിനുള്ളത്രയും നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്ത് വയ്ക്കും. അങ്ങനെ പൊടിച്ചെടുത്ത് വയ്ക്കാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചുക്കുപൊടി വേണം. അപ്പോൾ ചുക്കുപൊടിക്ക് വേണ്ടി ചുക്കുപൊടി ഇതിന്ന് കുറച്ചെടുത്ത് ഇത് കൊണ്ടുപോകണം. അവല് അപ്പുറത്തിരിപ്പുണ്ട്. ഇത് മലരാണ്, ശർക്കര ഇരിപ്പുണ്ട്. അപ്പോൾ അവലും മലര ശർക്കരയും ഒരു വാഴയിലയും കൂടി നാളെ എടുത്ത് വയ്ക്കും ഞാൻ. ഷീറ്റ് വാഴയിലയും കൂടി ഗണപതിക്ക് വെക്കാൻ വേണ്ടി. ഇത്രയാണ് ഇന്ന് ഞാൻ ഒരുക്കി. ഇന്ന് വൈകുന്നേരം ഈ സാധനങ്ങൾ ഒഴികെ കവറിലാക്കിയ സാധനങ്ങളെല്ലാം ആ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ദിവസം പോകുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. കൂടി നമുക്ക് വണ്ടിയൊന്നും കിട്ടത്തില്ല, നടന്ന് തന്നെ പോകേണ്ടി വരും. വയ്ക്കാനുള്ള അവല് മലര് ശർക്കര മുന്തിരി. ഇനി പഴം ഞാൻ പോകുമ്പോഴോ വാങ്ങുള്ളൂ. പിന്നെ വാഴയിലിങ്ങനെ കട്ട് ചെയ്തെടുക്കണം നാളെ. കുറച്ച് മുന്തിരി കേട്ടോ, കറുത്ത മുന്തിരി ഞാൻ
പായസത്തിലിടാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. ഞാനൊരു 3/4 കപ്പ് ചെറുപയർ പരിപ്പ് കൊണ്ടാണ് മണ്ടപ്പുറ്റ് ഉണ്ടാക്കണേ. അപ്പോൾ അതിനുവേണ്ടി അതെല്ലാം ഞാൻ കഴുകി എടുത്ത് വെച്ചേക്കണം. ഇനി വറുത്ത് പൊടിച്ചെടുക്കണം. പുതിയ പാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മണ്ടപ്പുറ്റിനുള്ള അരിയാണ്. അത് 5 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി ഇട്ട് വെച്ചേക്കാം. ഏകദേശം ഒരു രാത്രി 11 മണിയാകുമ്പോഴത്തേക്കും ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് സോക്കാവും. അപ്പോൾ അത് ഊറ്റിയിട്ടിട്ട് വറുത്ത് പൊടിച്ചിട്ട് വറുത്തെടുക്കണം. എന്നിട്ടൊരു പാക്കറ്റിലാക്കി വെക്കണം. തെരളിക്കുള്ള അരിയാണ്. ഇതും ആ കണക്ക് പ്രകാരം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും 5 മണിക്കൂറാകുമ്പോൾ എടുത്ത് ഇതും വറുത്തിട്ട് പൊടിച്ച് വറുത്ത് ഒരു പാക്കറ്റിലാക്കി വെക്കണം. കൊണ്ടുപോകാൻ വേണ്ടി നാളെ എഴുന്നേറ്റിട്ട്, നാളെയില്ല, ഇന്ന് 11-ാം തീയതി 13-ാം തീയതി രാവിലെ എഴുന്നേറ്റിട്ട് തേങ്ങ ചിരവണം. തേങ്ങയ്ക്ക് മെഷർമെൻ്റ് ഉണ്ട്. എല്ലാത്തിനും 3 എണ്ണത്തിനും കൂടെ ഉള്ള ചിരവി അതെടുത്ത് വെക്കണം. ഒരു കവറിലാക്കി വെക്കണം, സിപ്ലോക്ക് കവറിൽ. പിന്നെ ഞാൻ ഈ എടുത്ത് വെച്ച രാവിലെ തെരളിക്ക് വേണ്ടിയുള്ള ഉരുക്കിയ ശർക്കര ഉരുക്കി എടുക്കണം. 1/4 കപ്പ് വെള്ളത്തിൽ 150 ഗ്രാം ശർക്കര. ഇത് പായസത്തിനുള്ളതാണ്. 1/2 കപ്പ് വാട്ടറിൽ പായസത്തിനുള്ള 200 ഗ്രാം ശർക്കര എടുത്ത് എല്ലാം അളന്നെടുത്ത് വെച്ചേക്കുക. ഞാൻ മെഷർമെൻ്റൊക്കെ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത് ഇനി രാവിലെ എടുത്ത് ചെയ്യണം. ഈ 2 കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് എല്ലാം ചെയ്ത് അളന്നൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അന്ന് രാവിലെ എഴുന്നേറ്റിട്ട് കണക്കൊന്നും നോക്കണ്ട. പെട്ടെന്ന് എടുത്ത് ഉരുക്കാം, എടുത്ത് അരിച്ച് വയ്ക്കാം, തേങ്ങ ചിരവിയെടുക്കാം. ഇത് മാത്രം മതി. പിന്നെ കുളിച്ചിട്ട് രാവിലെ റെഡിയാക്കി പോയാൽ മതി. സംഭവങ്ങൾ മൊത്തം ഞാൻ ഇന്ന് കൊടുത്തയക്കും. കണ്ടോ, ഇതിനകത്ത് ഞാൻ എല്ലാം ഇങ്ങനെ, ഇത് പായസത്തിനുള്ള എന്ന് വെച്ചാൽ പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടിയും മിക്സിയിൽ അടിച്ചിട്ട് അത് പാക്കറ്റിലാക്കി വെച്ചു. 100 ഗ്രാം അരിയുടെ പായസമാണ് ഉണ്ടാക്കുന്നത്. അരി എടുത്ത് വെച്ചു. തപ്പുറ്റിനുള്ള ശർക്കര 200 ഗ്രാം അതും അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. തെരളിക്കുള്ള കൂട്ടാണിത്, പഞ്ചസാരയും ഏലക്കയും പൊടിച്ചത്. നെയ്യ് ഞാൻ ആദ്യം കാണിച്ചു, ഗണപതിക്ക് വയ്ക്കാനുള്ളത്. അവൽമലർ ശർക്കര, അതിനുള്ള ശർക്കര, ഏലക്കാപ്പൊടി, ഏലക്ക, പഞ്ചസാര, ചുക്കും കൂടി ചേർത്ത് പൊടിച്ചത്. ഇത് അവിടെ ചെന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ എളുപ്പത്തിനുള്ള കറക്റ്റ് മെഷർമെൻ്റ് അങ്ങ് എടുത്തിട്ടാൽ മതി. വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ പോകുന്നൊന്ന് രാവിലെ എടുക്കുന്നുള്ളൂ. ഞാൻ തേങ്ങ പിടിക്കലും ചെറുക്കൽ ഒരിക്കലും മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇത് ചെറുപയർ പരിപ്പ് വറക്കാൻ പോകുന്നു. ഇത് സോക്കായിട്ട് ഇതും കൂടി അരി പൊടിച്ച് വറുത്തെടുത്ത് വയ്ക്കും പാക്കറ്റിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിനി പൊങ്കാലയുടെ വീഡിയോ കാണാം കേട്ടോ. ബൈ.